ന്യൂയോർക്കിൽ നിന്ന് ലഭിച്ച ഒരു ഇമെയിൽ സന്ദേശം വായിച്ചിട്ട് അതിൻ്റെ ഉത്തരം പറയാൻ ശ്രമിക്കാം. Dear doctor, recently I went to see a doctor for the treatment of hernia. This doctor belonged to a large group of surgeons in a well-known surgical center in New York. After examining me, I was shown a video on the treatment of hernia. Then the doctor asked me many questions like, do I like an open surgery or a keyhole surgery? Surgery that causes no scars or some scars? What type of anesthesia I like? And many more questions. If I knew the answers for all these questions, why should I see a doctor? 25 years ago, I saw a doctor in India for the hernia on the other side. He operated me without asking any questions and I had no problems. You doctors are nowadays making our life more and more complicated for ordinary patients. ചോദ്യത്തിൻ്റെ സാരം ഇതാണല്ലോ. 25 വർഷങ്ങൾക്ക് മുമ്പ് ഹെർണിയ കണ്ടുപിടിച്ച് അപ്പോൾ ആ ഡോക്ടർ ഇന്ത്യയിൽ സർജറി ചെയ്തു, ചോദ്യങ്ങളൊന്നും ചോദിക്കാതെ തന്നെ. എന്നാൽ ഇന്ന് ഹെർണിയ വീണ്ടും ആരംഭിച്ചപ്പോൾ എന്ത് വേണം, എങ്ങനെ വേണം, ഏത് സർജറി ചെയ്യണം, ഇങ്ങനെ അനേക ചോദ്യങ്ങൾ തന്നോട് ചോദിക്കുന്നു. ഇതെല്ലാം തനിക്കറിയാമായിരുന്നെങ്കിൽ ഡോക്ടറെ കാണേണ്ട ആവശ്യമില്ലായിരുന്നല്ലോ എന്നാണ് ചോദ്യകർത്താവിൻ്റെ സംശയം. ഈ ചോദ്യങ്ങൾ രോഗിയോടും രോഗത്തോടുമുള്ള സമീപനത്തിൽ ഡോക്ടർമാർക്ക്, പ്രത്യേകിച്ച് അമേരിക്കയിലെ ഡോക്ടർമാർക്ക് ഉണ്ടായ പരിവർത്തനത്തെയാണ് കാണിക്കുന്നത്. ഡോക്ടർമാരൊരു തീരുമാനമെടുക്കുന്നതിന് മുമ്പ് അതിന് പുറകിൽ 2 ഘടകങ്ങളുണ്ട്: ഓബ്ജക്റ്റീവ് ഫാക്ടേഴ്സ് ആൻഡ് സബ്ജക്റ്റീവ് ഫാക്ടേഴ്സ്. ഡോക്ടർ ഒരു ടെസ്റ്റ് നിർദ്ദേശിക്കുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ ഒരു ചികിത്സ നൽകുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ ഒരു പ്രത്യേക പരിശോധന നടത്തുന്നതിന് മുമ്പ് അതിൻ്റെ ഗുണദോഷങ്ങളെപ്പറ്റി, പ്രയോജനത്തെപ്പറ്റി, വിജയസാധ്യതകളെപ്പറ്റി, അപകട സാധ്യതകളെപ്പറ്റി എല്ലാം വിലയിരുത്തിയിരിക്കണം. ഇതിനെയാണ് ഓബ്ജക്റ്റീവ് ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്നത്. ഈ ഓബ്ജക്റ്റീവ് ഡിസിഷൻ മേക്കിങ്ങിന് ഡോക്ടറുടെ മെഡിക്കൽ വിദ്യാഭ്യാസവും പരിശീലനവും പരിചയവും ഏറ്റവും ആധുനിക ചികിത്സയെപ്പറ്റിയുള്ള അറിവും എല്ലാം ഘടകങ്ങളായിരിക്കും. ഓബ്ജക്റ്റീവ് ഡിസിഷൻസ്, ഓബ്ജക്റ്റീവ് ഫാക്ടേഴ്സ് അനലൈസ് ചെയ്യുന്നത് ഡോക്ടർമാർ തന്നെ ആയിരിക്കണം. എന്നാൽ ഡോക്ടർ ഒരു ഓബ്ജക്റ്റീവ് നിർദ്ദേശം നൽകിക്കഴിഞ്ഞാൽ അത് സ്വീകരിക്കണമോ അല്ലെങ്കിൽ ആ നിർദ്ദേശങ്ങളിലെ ഏതു ഭാഗം സ്വീകരിക്കണം, ഇതെല്ലാം സബ്ജക്റ്റീവ് ഡിസിഷൻ മേക്കിംഗ് ഫാക്ടേഴ്സാണ്. സബ്ജക്റ്റീവ് ഡിസിഷൻസ് എന്തായിരിക്കണമെന്ന് തീരുമാനിക്കാൻ മെഡിക്കൽ ക്വാളിഫിക്കേഷൻ കൊണ്ടോ അറിവ് കൊണ്ടോ ഡോക്ടർമാർക്ക് ഒരു അധികാരവും നൽകുന്നില്ല. ഇത് ഞാൻ ഉദാഹരണം കൊണ്ട് വ്യക്തമാക്കാം. ഒരു രോഗി ഒരു പ്രത്യേക മരുന്ന് നൽകേണ്ടി വരുന്നു എന്ന് കരുതുക. ആ മരുന്ന് നൽകിയാൽ ഹാർട്ട് അറ്റാക്കിനുള്ള ചാൻസ് 50% കുറയ്ക്കും. എന്നാൽ സ്ട്രോക്കിനുള്ള ചാൻസ് ഈ മരുന്ന് 1% വർദ്ധിപ്പിക്കുന്നുവെന്നിരിക്കട്ടെ. അത് കഴിക്കണോ എന്നുള്ളത് ഇതൊരു ഒബ്ജക്റ്റീവ് ഫാക്റ്റാണ് ഈ പറഞ്ഞത്. പക്ഷേ അത് വേണമോ എന്നുള്ളത്, അതായത് എനിക്ക് 5% ഹാർട്ട് അറ്റാക്ക് കുറയ്ക്കുകയും അതേസമയം 1% സ്ട്രോക്കിൻ്റെ ചാൻസ് കൂട്ടുകയും ചെയ്യേണ്ട മരുന്ന് കഴിക്കണോ വേണ്ടോ എന്നുള്ളത് ഇതൊരു സബ്ജക്റ്റീവ് ഡിസിഷനാണ്. ഇത് രോഗി മാത്രം എടുത്തിരിക്കേണ്ട ഒരു ഡിസിഷനാണ്. മറ്റൊന്നുകൂടി, സാധാരണ ഇന്ന് രോഗികൾ പലപ്പോഴും എടുക്കേണ്ട ഒരു തീരുമാനത്തെ കൂടി, അതിൻ്റെ ഒരു ഉദാഹരണം കൂടി പറയാം. ഒരു ഏർലി സ്റ്റേജ് ബ്രസ്റ്റ് ക്യാൻസർ ഒരു സ്ത്രീയിൽ കണ്ടുപിടിച്ചു എന്ന് കരുതുക. വളരെ ഏർലി സ്റ്റേജാണ്. ഈ ക്യാൻസർ ഇന്ന് 2 വിധത്തിൽ ചികിത്സിക്കാം. ഒന്ന്, ക്യാൻസർ മാത്രം എടുത്തു മാറ്റി കളഞ്ഞ ശേഷം റേഡിയേഷൻ നൽകുന്ന ലംപെക്ടമി എന്ന ചികിത്സ. അല്ലെങ്കിൽ രണ്ടാമത്തെ ഓപ്ഷൻ, ബ്രസ്റ്റ് മുഴുവൻ എടുത്തു കളയുന്ന മാസ്റ്റെക്ടമി എന്ന ചികിത്സ. ഈ 2 ചികിത്സയുടെയും ആത്യന്തിക ഫലത്തിൽ അല്പസ്വല്പ വ്യത്യാസങ്ങൾ മാത്രമേ ഉള്ളൂ. ഈ 2 ഓപ്ഷൻസും ഡോക്ടർ രോഗിക്ക് നൽകുന്നു.
തൻ്റെ ബ്രസ്റ്റ് മുഴുവൻ എടുത്തു മാറ്റുന്നതിൽ മാനസികമായി വളരെ പ്രയാസമുള്ള ഒരു സ്ത്രീ ട്യൂമർ മാത്രം എടുത്തു മാറ്റുന്ന ലംബക്ടമി എന്ന ഓപ്പറേഷൻ ചികിത്സിച്ചിരിക്കും. എന്നാൽ ക്യാൻസർ ഒരിക്കലുണ്ടായ ഒരു ബ്രസ്റ്റ് തനിക്കുണ്ടല്ലോ എന്ന് ഭയത്തിൽ ശിഷ്ടായുസ് കഴിയണമെന്ന് ഭയപ്പെടുന്ന മറ്റൊരു സ്ത്രീ തൻ്റെ ബ്രസ്റ്റ് മുഴുവൻ എടുത്ത് മാറ്റപ്പെടുവാനായിട്ട്, അതായത് മാസ്റ്റക്ടമി ചെയ്യുവാനായിട്ട് ആവശ്യത്തിനു വരാം. ഇത് രണ്ടും സബ്ജക്റ്റീവ് ഡിസിഷനാണ്. ഈ തീരുമാനമെടുക്കേണ്ടത് ഡോക്ടറല്ല, രോഗി തന്നെയാണ്. നിർഭാഗ്യവശാൽ സബ്ജക്റ്റീവ് ഡിസിഷൻ എടുക്കുമ്പോഴും ചില ഡോക്ടർമാരെങ്കിലും രോഗിയിൽ സ്വാധീനം ചെലുത്താറുണ്ട്. ഇത് മുഖ്യധാരയിലെ ഡോക്ടർമാർ അനുകൂലിക്കുന്ന ഒന്നല്ല. ഇതൊരു ഉദാഹരണം കൊണ്ട് ഇത് ഞാൻ വ്യക്തമാക്കാം. എൻ്റെ ഒരു സ്നേഹിതന് ലോസ് ആഞ്ചലസിൽ നിന്ന് കുറച്ച് നാൾ മുമ്പ് എന്നെ വിളിച്ചു. അദ്ദേഹത്തിൻ്റെ 76 വയസ്സ് കഴിഞ്ഞ മറ്റൊരു സ്നേഹിതന് പ്രോസ്റ്റേറ്റ് ക്യാൻസർ കണ്ടുപിടിച്ചു. PSA ടെസ്റ്റിലൂടെ കണ്ടുപിടിച്ചതാണ്. ഒരു സിംറ്റംസോ മറ്റു അസുഖങ്ങളോ ഒന്നും രോഗിക്കില്ല. ഈ രോഗിയെ യൂറോളജിസ്റ്റ് പരിശോധിച്ച ശേഷം ഓപ്പൺ പ്രോസ്റ്റേറ്റ് സർജറി ചെയ്യണമെന്ന് ഉപദേശിച്ചു. 76 വയസ്സ് കഴിഞ്ഞ സിംറ്റംസ് ഇല്ലാത്ത രോഗികൾക്ക് PSA ബ്ലഡ് ടെസ്റ്റിലൂടെ കണ്ടുപിടിക്കുന്നതിനെപ്പറ്റി തന്നെ മുഖ്യധാരയിലെ യൂറോളജിസ്റ്റ് തമ്മിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. പ്രോസ്റ്റേറ്റ് ക്യാൻസർ വളരെ സാവധാനത്തിൽ വളരുന്ന ഒരു ക്യാൻസർ ആയതിനാൽ 76 വയസ്സുള്ള രോഗി അടുത്ത 10-15 വർഷങ്ങൾക്ക് ഇടയിൽ പ്രോസ്റ്റേറ്റ് ക്യാൻസർ കൊണ്ടായിരിക്കില്ല, മിക്കവാറും മറ്റേതെങ്കിലും കാരണങ്ങൾ കൊണ്ടാണ് മരിക്കുവാനുള്ള സാധ്യത. അതുകൊണ്ട് PSA ടെസ്റ്റ് ഇത്തരം 76 വയസ്സ് കഴിഞ്ഞവർക്ക് ചെയ്ത് പ്രോസ്റ്റേറ്റ് ഉണ്ടെന്ന് കണ്ടുപിടിച്ച് അവരുടെ മനസമാധാനം കെടുത്തുന്നതിൽ അർത്ഥമുണ്ടോ അവരുടെ അനുവാദം കൂടാതെ? ഏതായാലും ഇപ്പോൾ അടുത്ത പ്രശ്നം ഉണ്ടായിരിക്കുന്നത് പ്രോസ്റ്റേറ്റ് സർജറി ചെയ്യണമെന്ന് ഡോക്ടർ പറഞ്ഞു. അതിൽ ഏത് പ്രോസ്റ്റേറ്റ് സർജറി ചെയ്യണം? ഇന്ന് അമേരിക്കയിൽ 2 വിധത്തിൽ പ്രോസ്റ്റേറ്റ് ക്യാൻസറിന് ചികിത്സയുണ്ട്. ഒന്ന് പഴയ രൂപത്തിൽ ഓപ്പൺ പ്രോസ്റ്റേറ്റ് സർജറി ഉണ്ട്. മറ്റൊന്ന് ഒരു ചെറിയ ദ്വാരത്തിൽ കൂടെ ചെയ്യുന്ന കീഹോൾ റോബോട്ട്സ് ചെയ്യുന്ന സർജറി ഉണ്ട്. റോബോട്ടിക് കീഹോൾ സർജറിയാണ് ഇന്ന് മുഖ്യമായും ചെയ്യപ്പെടുന്നത്. റോബോട്ട് സർജറി ചെയ്യുന്നതിനുള്ള ഒരു ഓപ്ഷൻ ഈ രോഗിക്ക് നൽകിയിരുന്നില്ല. അതുകൊണ്ട് അത് ചെയ്തു കൂടെ എന്ന് ചോദിക്കണമെന്ന് ഞാൻ എൻ്റെ സ്നേഹിതനോട് ആവശ്യപ്പെട്ടു. എൻ്റെ സ്നേഹിതൻ പിന്നെ എന്നെ വിളിച്ചു പറഞ്ഞു, വീട്ടുകാർ ചോദിച്ചപ്പോൾ യൂറോളജിസ്റ്റ് പറഞ്ഞു 2 സർജറികളുടെയും ഫലം ഒന്ന് തന്നെയാണ്. എന്നാൽ കഴിഞ്ഞ 30 വർഷമായി താൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ഓപ്പൺ റെഗുലർ സർജറിയാണ്. അത് ചെയ്യുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഈ അവസരത്തിൽ ഞാൻ സർജിക്കൽ സെൻറ്ററിലെ ഹോസ്പിറ്റലിൽ വിളിച്ച് ചോദിച്ചു ഈ ഡോക്ടറെ പറ്റി. നിയമപരമായിട്ട് ആ അറിവ് തന്നേ പറ്റത്തുള്ളൂ. ഇതുവരെ ഈ ഡോക്ടർ ഓപ്പൺ സർജറി അല്ലാതെ റോബോട്ടിക് സർജറി ചെയ്തിട്ടില്ല എന്നുള്ള വിവരം ലഭിച്ചു. ഇവിടെ എന്താണ് സംഭവിച്ചത്? തനിക്ക് പരിചയമുണ്ടെന്നുള്ളതിനാൽ മാത്രം ഒരു ഓപ്ഷൻ, ഒരു തരം സർജറി ചെയ്യുവാൻ രോഗിയെ ഈ ഡോക്ടർ പ്രേരിപ്പിച്ചു. ഇവിടെ ഏത് സർജറി തിരഞ്ഞെടുക്കണമെന്നുള്ള ഒരു പ്രധാന ഓപ്ഷൻ രോഗിക്ക് നിഷേധിക്കപ്പെടുകയാണ്. ഇത് ശരിയല്ല എന്ന് ആണ് ഡോക്ടറുടെ പക്ഷത്തുള്ളതും രോഗികളുടെ പക്ഷത്തുമുള്ള അമേരിക്കയിലെ മുഖ്യധാരയിലെ അഭിപ്രായം. ഒരു എമർജൻസി റൂമിൽ ചികിത്സയ്ക്ക് ചെല്ലുമ്പോൾ പക്ഷേ ഒരു സീരിയസ് ഹാർട്ട് അറ്റാക്കുമായിട്ട് ചെന്ന് കഴിഞ്ഞാൽ ഇങ്ങനെ സബ്ജക്റ്റീവ് ഓപ്ഷൻ എടുക്കാനുള്ള ചോയ്സ് രോഗിക്ക് നൽകാൻ സാധ്യമല്ലാതെ വന്നാക്കും. ഉദാഹരണത്തിന് ഒരു സിവിയർ ഹാർട്ട് അറ്റാക്ക്, ഹാർട്ടിന് ഇമ്മീഡിയറ്റ്ലി പെർഫ്യൂഷൻ ആവശ്യമാണ്, രക്ഷിക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് ഒരു ആൻജിയോപ്ലാസ്റ്റിയോ ബൈപ്പാസ് സർജറിയോ ഒക്കെ ഓപ്ഷൻ ഇല്ലാതെ ചെയ്യുവാനായിട്ടുള്ള നിർബന്ധിതമായേക്കാം. എന്നാൽ ഇലക്റ്റീവായിട്ടുള്ള പ്രൊസീജിയർ, ഈ ഹൃദ്രോഗത്തിനാണെങ്കിൽ പോലും അതിൻ്റെ എല്ലാ ഓപ്ഷൻസും രോഗിക്ക് വിവരിച്ചു കൊടുക്കണം. മരുന്ന് മതിയോ, സ്റ്റെൻറ്റ് മതിയോ, ആൻജിയോപ്ലാസ്റ്റി വേണോ, ബൈപ്പാസ് സർജറി വേണോ, ഈ ഗുണദോഷങ്ങളും സാധ്യതകളും എല്ലാം വിവരിച്ചു കൊടുത്ത ശേഷം ഓബ്ജക്റ്റീവ് ഓപ്ഷൻസ് എല്ലാം പറഞ്ഞ് മനസ്സിലാക്കിയ ശേഷം സബ്ജക്റ്റീവായിട്ടുള്ള ഒരു ഡിസിഷൻ ഫ്രീ ആയിട്ട് എടുക്കുവാൻ രോഗിക്ക് സാഹചര്യവും സന്ദർഭവും ഉണ്ടാക്കണം. ഇവിടെയാണ് ഒരു നല്ല ഫാമിലി ഫിസിഷ്യൻ്റെ, ഒരു പേഴ്സണൽ ഫിസിഷ്യൻ്റെ പ്രാധാന്യം. ഫോൺ ബുക്കിൽ നോക്കിയ ശേഷം
ഒരു മെഡിക്കൽ സ്പെഷ്യലിസ്റ്റിനെ കാണാൻ പോകുന്നതോ അല്ലെങ്കിൽ പത്രത്തിലൊരു വാർത്ത കണ്ടിട്ട് ഒരു പ്രത്യേക ചികിത്സയ്ക്ക് പോകുന്നതോ വളരെ വളരെ അപകടകരമാണ്. ഈ നൂറുകണക്കിന് ഇത്തരം സാഹചര്യങ്ങൾ രോഗികളെ വിദഗ്ധ ചികിത്സയ്ക്ക് പറഞ്ഞയച്ചിട്ടുള്ള നിങ്ങൾക്ക് പരിചയമുള്ള നിങ്ങളുടെ ഡോക്ടറായിരിക്കും നിങ്ങളെ ഇക്കാര്യത്തിൽ ഉപദേശിക്കുവാൻ കൂടുതൽ അർഹൻ. ഇമെയിൽ ചോദിച്ചു. ഇമെയിൽ ചോദിച്ച ഹെർണിയ സർജറിയെ പറ്റി ഒരു വാക്ക്. 25 വർഷം മുമ്പ് ഇന്ത്യയിൽ പ്രത്യേകിച്ചും ഒരു ഹെർണിയ കണ്ടുപിടിച്ചാൽ മറ്റു ചോദ്യങ്ങളൊന്നും ചോദിക്കാതെ ഡോക്ടർമാർ ഓപ്പറേറ്റ് ചെയ്തു. ഹെർണിയ ഉണ്ടായിക്കഴിഞ്ഞാൽ ആ ഹെർണിയ അകത്ത് ഇൻഡസ്റ്റൈൻ കുരുങ്ങി ഇൻഡസ്റ്റൈനൽ ഒബ്സ്ട്രക്ഷനും ഗാംഗ്രീനും തുടങ്ങിയ അപകടങ്ങൾ ഉണ്ടായേക്കാമെന്നായിരുന്നു ഈ സർജറി ചെയ്യുന്നതിന് പറഞ്ഞ ന്യായീകരണം. എന്നാൽ ഹെർണിയയ്ക്ക് ഇൻഡസ്റ്റൈനൽ ഒബ്സ്ട്രക്ഷനും ഗാംഗ്രീനും ഒക്കെ വളരെ വളരെ അപൂർവമായി ഉണ്ടാകുകയുള്ളൂ എന്ന് നമുക്കറിയാം. ഇങ്ങനെ എങ്കിലും ഹെർണിയ വേദന നൽകുന്നെങ്കിൽ അല്ലെങ്കിൽ ഹെർണിയ മുഴച്ചു വളരുന്നത് ഭംഗിയായി ഒരു രോഗിക്ക് തോന്നുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും ചെയ്യണം. ഇത് മുഖ്യമായും രോഗിയുടെ സബ്ജക്റ്റീവ് ഡിസിഷൻസിന് വിടേണ്ടതാണ് ഇന്ന് മിക്കപ്പോഴും ഹെർണിയ സർജറി പോലും. അതുകൊണ്ടാവണം ന്യൂയോർക്കിലെ ചോദ്യകർത്താവിനോട് സർജിക്കൽ ഗ്രൂപ്പ് ഇതെല്ലാം തിരക്കിയത്. ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം എനിക്കറിയാമായിരുന്നെങ്കിൽ താൻ എന്തിന് ഡോക്ടറെ കാണണമെന്ന് അദ്ദേഹം ചോദിച്ചല്ലോ. തെറ്റിദ്ധരിക്കുകയില്ലെങ്കിൽ ക്ഷമാപണത്തോടുകൂടി എൻ്റെ ഒരു അനുഭവം പറയാം. ഒരിക്കൽ അല്പം മദ്യപിച്ച മധ്യവയസ്കനായ ഒരു ഇറ്റാലിയൻ രോഗിയെ ഞാൻ എമർജൻസി റൂമിൽ വെച്ച് കണ്ടു. അദ്ദേഹത്തിന് എന്താണ് അസുഖമെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പ്രതികരിച്ചത് ഇങ്ങനെയാണ്: അസുഖം എന്താണെന്ന് എനിക്കറിയാമായിരുന്നെങ്കിൽ ഞാൻ $1 കൊടുത്ത് ഡോക്ടറെ വന്ന് കാണേണ്ട ആവശ്യമുണ്ടായിരുന്നു എന്ന്. അയാളുടെ വയറ്റിൽ കിടന്ന മദ്യമാണ് സംസാരിച്ചതെന്ന് എനിക്കറിയാം. എങ്കിലും വളരെ ബഹുമാനപൂർവ്വം ഞാൻ അയാളെ ഓർപ്പിപ്പിച്ചു, ഒന്നും ചോദിക്കാതെ ചികിത്സിക്കുന്ന ഒരു ആശുപത്രി സമീപത്തുണ്ട്, അത് മൃഗങ്ങളെ ചികിത്സിക്കുന്ന വെറ്റിനറി ആശുപത്രിയാണെന്ന് പറഞ്ഞു. തുടർന്ന് വളരെ ശാന്തമായി വളരെ ഉത്സാഹത്തോടു കൂടി തുടർന്നുള്ള ചികിത്സയിൽ അദ്ദേഹം എന്നോട് സഹകരിക്കുകയും ചെയ്തു. ഇത് ചിക്കാഗോയിൽ നിന്ന് ഡോക്ടർ റോയ് പി തോമസ്. വരുന്ന ആഴ്ചയും ഇതേ സമയം വീണ്ടും കാണാം.